ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കുറേയധികം പേര്, അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് കുറച്ച് പേർക്കെങ്കിലും ഒരു സെപ്പറേഷൻ പോലെ ആയിരിക്കാം. അതും അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും ഒരു ഒരു എനർജി അല്ലെങ്കിൽ പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയാത്ത പോലെ, അത്തരം ഒരു സെക്സ് സിറ്റുവേഷൻ നിൽക്കുന്ന പോലെയുള്ള റിലേഷൻഷിപ്പും ഉള്ളവരും ഉണ്ടെന്നുള്ളതാണ്. സോ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ കൂടുതൽ പേർക്കും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് കാണുന്നത്. ഫിനാൻഷ്യലി കുറേയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു നിങ്ങളുടെ ഒരു ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വരുന്ന സമയം, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന സമയം എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ കുറേ പേർക്കെങ്കിലും ഫിനാൻഷ്യലി ഉള്ളൊരു പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. അത് മേ ബി നിങ്ങൾക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഒരു ഏകദേശം ഒരു സെയിം എനർജി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു മിററിങ് പോലെ നിങ്ങൾ രണ്ട് പേരും തന്നെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ജെന്യുവനായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളായിട്ടാണ് മനസ്സിലാവുന്നത്. ഒരു ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ, ഒരു ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ഇട്ടിട്ട് പോകണം എന്ന് കരുതി അല്ല നിന്നിട്ടുള്ളത്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരുപാട് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ പോലെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ആവുന്നത് പോലും ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ. ചിലപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പോലും ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്നുള്ളത്. മേ ബി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മിററിങ് പോലെയുള്ള ഒരു എനർജിയാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്കും ഇങ്ങനെയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് ആയിരിക്കണം ഈ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ സാഹചര്യം മേ ബി അങ്ങനെ ആയിരിക്കാം. ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേ കൂടി റെസ്പോൺസിബിൾ ആവേണ്ട സമയം വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോ ടൈമോ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കത് സാധിക്കാതെ വരുന്നൊരവസ്ഥ വന്നിട്ടുണ്ടാവണം. മേ ബി നിങ്ങളുടെ വ്യക്തിക്കും സെയിം അവസ്ഥ ആയിരിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ കുറേ പേരെങ്കിലും ഒരു സെപ്പറേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു ഒരു പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെയുള്ള ഒരു എനർജിയാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടെ 3 ഓഫ് വാണ്ട്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും 9 ഓഫ് വാണ്ട്സ് ആയിക്കോട്ടെ, 2 ഓഫ് വാണ്ട്സ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ ഈഗേർലി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയായിട്ടും കാണുന്നുണ്ട്. ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവാതെ വന്നിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് വന്ന ആ ഒരു സമയത്ത് വേറൊരു ഓപ്ഷൻ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിലത്ര ഭയങ്കരമായിട്ട് ഒരു 5 ഹവേഴ്സ് പാർട്സോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നിരിക്കണം ആ ഒരു വ്യക്തി. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവർ ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോന്നലിലാണ് കൂടുതലും ഇരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ അവരുടെ ഒരു ചുമലിലായിരിക്കാം. സോ അത്തരം ഒരു കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് ചിലപ്പോൾ കരിയർ വൈസ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും കുറേയൊക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അത് കുറേ കൂടി ബെറ്ററായിട്ട്, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട്, ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് നിങ്ങളോട് ഒരു അവോയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ അറിയാം നിങ്ങൾക്ക് വിഷമമാകും എന്നൊക്കെ അറിയാമെങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. സോ അതുകൊണ്ട് തന്നെ ആവണം ആ ഒരു സമയത്ത് അങ്ങനെ പോയേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴായിരിക്കണം കുറേ പേർക്കെങ്കിലും ഒരു ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മേ ബി നിങ്ങളും ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും നേരെ തിരിച്ചും ആവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു മിററിങ് പോലെ ഒരു എനർജിയാണ്. കാരണം നിങ്ങൾ രണ്ട് പേർക്കും ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തോന്നുന്ന പോലെ തന്നെ നിങ്ങളും അവരെ ഈക്വലി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ഏതെങ്കിലും രീതിയിൽ അവരെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും അത്തരം ഒരു എനർജിയാണ് ഇവിടെ. കുറേ പേർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്, അല്ലെങ്കിൽ ഒരു തടസ്സം കാണുന്നുണ്ട്. അത് കൂടുതൽ പേർക്കും മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ ഇവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് പോലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
മേ ബി നിങ്ങൾക്കും മേ ബി അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. പകൽ സമയത്ത് പോലും നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അരികിൽ വന്നിരിക്കുന്ന അതേ ഒരു ഫീലിങ്സ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത്രയധികമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രസൻസ് പോലും അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. സോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇൻ കേസ് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്തല്ലെങ്കിൽ കൂടിയും അതിനുള്ള ടൈം പോലും ചിലപ്പോൾ കാണില്ല. കാരണം അത്രയധികമായിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. എന്നാലും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പകൽ സമയങ്ങളിൽ പല കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ കൂടിയും മനസ്സ് പോകുന്നത് അല്ലെങ്കിൽ മനസ്സ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളിലൂടെ ആയിരിക്കണം. സോ അത്തരമൊരു കാര്യമാണ് ഇവിടെ. കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഇനിയും ഇനിയും ഏത് രീതിയിലൂടെ നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനി തിരികെ വന്നാലായിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഒരു റീസൺ, ഒരു ശരിക്കുള്ള റീസൺ പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ പരസ്പരം ഒരു ഹീലറായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ഒരു ഹീലറായിട്ടൊക്കെ തന്നെ നിന്നിട്ടുള്ളവരായിരിക്കാം. ഒരുപാട് മോട്ടിവേഷൻസ് തന്നിട്ടുള്ളവരായിരിക്കാം. മേ ബി നിങ്ങൾ അവർക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ പല രീതിയിൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് കൂടിയും ഒരു താങ്ങും തണലുമായിട്ടൊക്കെ നിന്നിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടി ഒരുപാട് വിഷമിപ്പിക്കേണ്ട അത്രയധികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾക്കും അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളും ഫിനാൻഷ്യലി ഒരുപാട് ഹൈ ലെവലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെയിം ആയിട്ടുള്ള ഒരു എനർജി പോലെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഫിനാൻഷ്യലി ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്കും ഒരു പ്രയാസം വരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരാതെ ആയിരിക്കണം കുറേ പേരെങ്കിലും ഒരു മൗനം പാലിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് തന്നെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയൊക്കെ മാറാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അവസ്ഥ മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഒരു ഇനിഷ്യേറ്റ് ചെയ്തൊരു ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പച്ചക്കൊടി കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇനി എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത് എന്നുള്ളതൊക്കെ തുറന്ന് പറഞ്ഞ് തന്നെ തിരികെ വരാനും ഒക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത്, ഭയങ്കര കൺഫ്യൂഷനിലാണ്. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം, എന്ത് ചെയ്താലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഭയങ്കര ഒരു എംപ്റ്റി ആയിട്ടൊക്കെ ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്താലോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ എന്ത് ഡിസിഷൻ എടുത്താലും പരാജയപ്പെടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് പോലും പറയാണ്ട് മാറി നിന്നത് ഒരുപക്ഷെ നിങ്ങൾ കൂടി വിഷമം വരണ്ടെന്നൊക്കെ കരുതിയായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അതിനെ ചൊല്ലി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്തെങ്കിലും ഒരു ഹൈഡ് ചെയ്ത് പിടിച്ചത് എന്തിനാണെന്നൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ചതായിട്ടോ ഒക്കെ അവർക്ക് അങ്ങനെയും ഒരു വിഷമം കാണും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. എന്നാലും അവർ ഒരു സാധ്യത മുന്നിലേക്ക് തെളിയുന്ന സമയത്ത് അത് ഏത് തന്നെയാണെങ്കിലും ഏത് വഴികളിലൂടെ ആണെങ്കിലും അത് ഇനി തുടർന്ന് തന്നെ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇനി ഏത് സാധ്യത, ഏത് ഒരു പോസിബിലിറ്റി ആണ് അവരുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിലും അതിൽ മുന്നിലേക്ക് വരണം. അത് നഷ്ടപ്പെടുത്താതെ തന്നെ ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, ആ ഒരു അവസരം പാഴാക്കാണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ.